ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊരു വ്ളോഗ് ചെയ്ത് നോക്കിയാലോ. ആക്ച്വലി ഈ വ്ളോഗ് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ്. എൻ്റെ മടി കാരണം ഞാൻ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചു പോയി. എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാമല്ലേ. ഈ അന്തരീക്ഷത്തിൻ്റെ മട്ടും പോക്കാട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് ദിവസം മുന്നേ നല്ല മഴയായിരുന്നു. ആ ഒരു മഴ ദിവസം എടുത്ത വ്ളോഗാണ്. ഞാൻ അങ്ങനെ ക്ലാസ്സിലേക്ക് പോകാൻ റെഡിയായി. എന്നെ കാണാൻ ഭംഗിയുണ്ടോ ഗൈസ്? അപ്പോഴാണ് കണ്ടു വരുന്നത് ഞാൻ കണ്ടത്. അതിന് കണ്ണൊക്കെ തുടച്ച് ഞാൻ സെറ്റാക്കി അങ്ങനെ ഞാൻ പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. മഴയായ കാരണം എനിക്ക് അന്ന ദിവസം നല്ല മടി ഉണ്ടായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ആ കാഴ്ച കണ്ടത്. നിറയെ വെള്ളം. എന്താ വെള്ളത്തിന് ഞങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ജാങ്കോ നീ അറിഞ്ഞാൽ ഞാൻ അതായിരുന്നു അന്നത്തെ എൻ്റെ എക്സ്പ്രഷൻ. എന്ത് ചെയ്യാനാ, വേറെ വഴിയില്ല. വെള്ളത്തിൽ കൂടെ തന്നെ നടന്നു പോയി. ഭയങ്കര പ്രകൃതി രമണീയമായതാ ഒക്കെ ഞാൻ ആസ്വദിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആലോചിച്ചത്, വേഗം നടക്കണമല്ലേ, ബസ് കിട്ടില്ല. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി ക്ലാസ്സിൽ പോയിട്ട് പിന്നത്തെയൊക്കെ എടുക്കാൻ ഞാൻ മറന്നുപോയി. പിന്നെ എൻ്റെ കിളി പോയി സാറേ. ആക്ച്വലി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാളായി അല്ലേ. ഇനി മെയിൻ കാരണം കൂടി ഇതാണ്. എനിക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു. എൻ്റെ ചാനൽ ഇനി റീച്ച് ആവുമോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ എനിക്ക് പിന്നെയാണ് ഇപ്പോൾ ഒരു ബോധോദയം ഉണ്ടായത്. അങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് കാര്യമില്ല. ഞാൻ ചാനൽ തുടങ്ങിയത് എൻ്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡ് എനിക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങി. പക്ഷേ പിന്നീട് എപ്പോഴും എനിക്ക് വ്യൂസ് കിട്ടണം, കുറേ പേര് എൻ്റെ വീഡിയോ കാണണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടൊരു പ്രഷർ ഞാൻ എനിക്ക് തന്നെ കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ടൊക്കെയാണ് തോന്നുന്നു എനിക്കൊന്നും അങ്ങോട്ട് സക്സസ് ആവാൻ പറ്റുന്നില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും. അത് ചെറിയൊരു ക്രാഫ്റ്റ് ആണെങ്കിൽ പോലും. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ അതൊക്കെ ആലോചിക്കണേ, അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടത്തോടെ ചെയ്താൽ അതെന്തായാലും സക്സസ് ആയിരിക്കും. അങ്ങനെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ട് വീഡിയോസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ആലോചിച്ചിരിക്കുന്ന ടൈമിലാണ് എനിക്ക് ഭയങ്കരമായിട്ട് കോൾഡും കാര്യങ്ങളൊക്കെ വന്നത്. എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അതെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നെ എൻ്റെ തിരിച്ചുവരവിന് ഒരു കാരണം കൂടി, ഞാൻ വീഡിയോസ് ഇടാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിന് താഴെ കുറച്ച് കുട്ടികളൊക്കെ കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്നെ മിസ് ചെയ്യുന്നുണ്ട്, അവരെൻ്റെ വീഡിയോസ് ഒക്കെ കാണാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടവും വിഷമമൊക്കെ വന്നു ഗൈസ്. കാരണം അത് സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ്. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും തിരിച്ചു വരും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ ഈ വരച്ച ആൾ നിങ്ങൾക്ക് മനസ്സിലായാൽ എനിക്കറിയാം, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ പോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഉദ്ദേശിച്ച ആളുടെ അത്ര ചായ ഇതിനൊന്നും വന്നില്ല. ആരംഭത്തിലെ പരാജയം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. എന്നാലും കുഴപ്പമില്ല, ഞാൻ തളരില്ല ഗൈസ്. അങ്ങനെ ഇത് ചെറുതായിട്ട് പാളിപ്പോയപ്പോൾ ഞാൻ വിചാരിച്ചു മഞ്ഞപ്പൊടി ട്രെൻഡ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞു, ഞാൻ ചെയ്തില്ലല്ലോ. പക്ഷേ എൻ്റെ കയ്യിൽ മഞ്ഞപ്പൊടി വെച്ച് ബാക്കി എല്ലാ പൊടികളും വീട്ടിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പൊടികളൊക്കെ വെച്ചിട്ട് ഞാനൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ പൊടി പ്രയോഗം ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് പറയാൻ മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നെങ്കിൽ ചാനലിലെ ബാക്കി വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.